ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് വെണ്ടയ്ക്ക തോരനാണ്. നല്ല ഫ്രൈ ആയിട്ട് ഒട്ടും വഴുവഴുപ്പില്ലാത്ത നല്ല അടിപൊളിയായിട്ടുള്ളൊരു ടിപ്സ് ചെയ്തിട്ടാണ് ഈ ഒരു വെണ്ടയ്ക്ക തോരൻ ഇന്ന് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അതിന് വേണ്ട വെണ്ടയ്ക്ക കഴുകി തോരാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുത്തതിന് ശേഷം പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകിട്ട് കൊടുത്ത് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ ഒരു 2-3 വെളുത്തുള്ളി ഞാനിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ചെറുതാക്കി കട്ട് ചെയ്തിട്ടുള്ള സവാളയാണ്. അത് കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കണം. കുറച്ച് വേപ്പില കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്താൽ നന്നായിട്ടിത് പെട്ടെന്ന് തന്നെ നമുക്ക് മൊരിയിച്ചെടുക്കാൻ പറ്റും. ഇനി എരിവിന് ആവശ്യമായിട്ടുള്ള ചില്ലി ഫ്ലേക്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ഗ്രീൻ കളറായ കാരണം പച്ചമുളക് ഇട്ട് കൊടുക്കുന്നില്ല. കുട്ടികളൊക്കെ പച്ചമുളക് കടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു തോരൻ കഴിക്കില്ല. അതുകൊണ്ട് നമ്മളിതിലേക്ക് ചില്ലി ഫ്ലേക്സ് മാത്രം ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അതൊന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം നമ്മൾ വെണ്ട ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ആയിട്ട് കട്ട് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു വെണ്ട എടുത്തിട്ടുള്ളത്. ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ അതിൻ്റെ ആ ഒരു വഴുവഴുപ്പ് വരുന്ന സമയത്താണ് നമ്മൾ ഈ ഒരു ട്രിക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നന്നായിട്ട് ആ ഒരു വഴുവഴുപ്പൊക്കെ വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 1.5 ടേബിൾ സ്പൂൺ തൈരാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഈ ഒരു തൈര് ഒഴിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ വെണ്ട പെട്ടെന്ന് തന്നെ നമുക്ക് നന്നായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടും. അതിൻ്റെ വഴുവഴുപ്പൊക്കെ പോയിട്ട് നല്ല അടിപൊളിയായിട്ട് ഫ്രൈഡ് ആയിട്ട് തന്നെ കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ട്രിക്ക് ചെയ്യുന്നത്. ഇനിയിപ്പോൾ തൈര് ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു ഹാഫ് ചെറുനാരങ്ങ ജ്യൂസ് ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോഴും നമുക്ക് ഇതുപോലെ നല്ല ഫ്രൈ ആയിട്ട് തന്നെ കിട്ടും. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഈ ഒരു തോരൻ മാത്രം മതി നമുക്ക് ചോറൊക്കെ കഴിക്കാനായിട്ട്, അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ ഒരു തൈര് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മളുടെ ഈ ഒരു വെണ്ട പെട്ടെന്ന് തന്നെ ഇത് നന്നായിട്ട് മുരിഞ്ഞ് വരും. അതാണ് ഇതിലെ ഏറ്റവും വലിയ കാര്യം. അതേപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. പെട്ടെന്ന് അതിൻ്റെ ആ ഒരു വഴുവഴുപ്പ് പോയി കിട്ടുകയും ചെയ്യും, പെട്ടെന്ന് മുരിഞ്ഞ് കിട്ടുകയും ചെയ്യും. നമ്മൾ സാധാ ഉണ്ടാക്കി എടുക്കുന്നതിനേക്കാളും നന്നായിട്ട് നമുക്കിത് മുരിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ ഇത് മൊരിച്ചെടുത്തിട്ടുള്ളത്. നല്ല അടിപൊളി യമ്മി ടേസ്റ്റാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കുക.